ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെബ് പോർട്ടൽ എന്താണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ഗേറ്റ് വേ വെബ്സൈറ്റ് ദാറ്റ് പ്രൊവൈഡ് ലിങ്ക്സ് ടൂൾ ഓർ കണ്ടന്റ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ഇൻ വൺ പ്ലേസ്. അതായത് ഇതൊരു ഗേറ്റ് വേ വെബ്സൈറ്റ് ആണെന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ കൂടി നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നുള്ള കണ്ടൻറ്റും ലിങ്കും ടൂൾസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് വെബ് പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നെ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു പോർട്ടലിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്റ്റുഡൻസിൻ്റെ മാർക്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അറ്റൻഡൻസ്, അസൈൻമെൻറ്റ്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സിലബസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു വെബ്സൈറ്റിനെയാണ് വെബ് പോർട്ടൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പോർട്ടൽസിന് നമ്മളൊരു എൻട്രി പോയിൻ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയാം. ഇപ്പോൾ നമ്മൾ വെബ് സർഫിംഗ് നടത്തുകയാണ്. അപ്പോൾ ആ സർഫിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ എൻട്രി പോയിൻ്റ് ഒക്കെ ആയിട്ട് ഈ പോർട്ടലിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് പോർട്ടൽ ഉണ്ട്. ഒന്നാമത്തേതാണ് ഹൊറിസോണ്ടൽ പോർട്ടൽ. ഇറ്റ് പ്രൊവൈഡ്സ് ആക്സസ് ടു ജനറൽ ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് ഫോർ എ വൈഡ് ഓഡിയൻസ്. അതായത് ഈ ഹൊറിസോണ്ടൽ പോർട്ടലിൽ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ടലിനെയാണ് ഹൊറിസോണ്ടൽ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഹൊറിസോണ്ടൽ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ടൽ വഴി ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ അതിൽ ന്യൂസ് ഉണ്ടായിരിക്കും, ഇമെയിൽ ഉണ്ടായിരിക്കും, വെതർ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, എൻ്റർടൈൻമെൻറ്റ് ന്യൂസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓഫർ ചെയ്യുന്ന വെബ്സൈറ്റിനെ നമ്മൾ ഹൊറിസോണ്ടൽ പോർട്ടൽ എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ യാഹൂ, ഗൂഗിൾ, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹൊറിസോണ്ടൽ പോർട്ടലാണ്. ഇത് വെർട്ടിക്കൽ പോർട്ടലാണ്. വെർട്ടിക്കൽ പോർട്ടൽ എന്ന് പറയുമ്പം ഇറ്റ് ഫോക്കസസ് ഓൺ സ്പെസിഫിക് ടോപ്പിക് ഓർ ഇൻഡസ്ട്രീസ്. സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയെ മാത്രം ഫോക്കസ് ചെയ്യുന്ന പോർട്ടലിനെയാണ് വെർട്ടിക്കൽ പോർട്ടൽ എന്ന് പറയുക. അപ്പോൾ ജനറലായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഇൻഫർമേഷനും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർട്ടലിൽ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ടോപ്പിക്കാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതിൻ്റെ ടൂൾസ്, സർവീസസ് ഒക്കെ ആയിരിക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ പോർട്ടൽ, ബാങ്കിങ് പോർട്ടൽ. ഇപ്പോൾ ബാങ്കിങ് പോർട്ടലിലൊക്കെ എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ആ ഒരു ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ബാങ്കിങ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ബാങ്കിങ്ങിൻ്റെ സർവീസസും ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ കൂടെ കിട്ടും? ഈ ബാങ്കിങ് പോർട്ടലിൽ നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് കോർപ്പറേറ്റ് പോർട്ടൽ അല്ലെങ്കിൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പോർട്ടൽ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട്, ഒരു കമ്പനിയിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ടോ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ള വെബ് പോർട്ടലിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് പോർട്ടൽ അല്ലെങ്കിൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ ഇൻഫർമേഷൻ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ, ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും, ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവിടുത്തെ എംപ്ലോയീസിൻ്റെ സാലറി ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയി ഇൻട്രാനെറ്റ് പോർട്ടൽസ് എന്ന് പറയാം. അതായത് ആ ഒരു ബിസിനസ്, ആ ഒരു കമ്പനിക്കുള്ളിൽ തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പോർട്ടൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. അതാണ് എഡ്യൂക്കേഷണൽ പോർട്ടൽ. അപ്പോൾ എഡ്യൂക്കേഷണൽ, ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്റ്റുഡൻസിന്, ടീച്ചേഴ്സിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോർട്ടൽസിനെയാണ് എഡ്യൂക്കേഷണൽ പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു പോർട്ടലിനുള്ളിൽ ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതായത് ഈ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള അവരുടെ പഠിക്കാനുള്ള സിലബസ്, റിസൾട്ട്സ്, അതുപോലെ അവരുടെ അസൈൻമെൻറ്റ്സ്, അറ്റൻഡൻസ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എഡ്യൂക്കേഷണൽ പോർട്ടലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എന്തായിരിക്കും? സ്റ്റുഡൻറ്റ് ലോഗിൻ പോർട്ടലൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ലോഗിൻ പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ടൂൾസും സർവീസസും അതിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റുഡൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള അവരുടെ അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളും മാർക്കും കാര്യങ്ങളും അറിയാൻ പറ്റും. അവരുടെ റിസൾട്ട്, അപ്കമിങ് ആയിട്ടുള്ള റിസൾട്ട് എപ്പോൾ വരും, അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ് പോർട്ടൽ വഴി നമുക്ക് കിട്ടുന്നതാണ്. ഇ കൊമേഴ്സ് പോർട്ടൽ.
ഓക്കെ. ഇ കൊമേഴ്സ് പോർട്ടൽ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺലൈൻ. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി, ആ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടലിനെയാണ് ഇ കൊമേഴ്സ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് ഉണ്ട്, നമുക്കറിയാം. B2B, B2C എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ അതിലെല്ലാത്തിലും ഈ പറയുന്ന ഇ കൊമേഴ്സ് പോർട്ടൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഇ കൊമേഴ്സ് പോർട്ടലിൽ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അവർ ആ ഒരു കമ്പനി എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. ഓക്കെ. ആ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും, അവരുടെ പേയ്മെൻറ്റ് മെത്തേഡുകളും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, ഓർഡർ ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇ കൊമേഴ്സ് പോർട്ടലിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ സൈറ്റുകളുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഇതൊക്കെ എന്താണ് ഇ കൊമേഴ്സ് പോർട്ടലിന് എക്സാമ്പിളാണ്. അടുത്തതാണ് ഗവൺമെൻറ് പോർട്ടൽ. ഇറ്റ് പ്രൊവൈഡ്സ് സിറ്റിസൺ റിലേറ്റഡ് സർവീസസ് ആൻഡ് ഇൻഫർമേഷൻ. അതായത് നമ്മുടെ ഈ ഒരു രാജ്യത്തുള്ള എല്ലാ സിറ്റിസൺസിനും അവർക്ക് കുറേ സർവീസസും കാര്യങ്ങളും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു ഗവൺമെൻറ് സർവീസസും ഇൻഫർമേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു പോർട്ടലാണ് ഗവൺമെൻറ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് പോർട്ടൽ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിൽ നമുക്ക് പോയിട്ട് ഫില്ല് ചെയ്യേണ്ട ഏതെങ്കിലും ഫോംസോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഫോംസ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. വേരിയസ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്കീംസ് എന്തൊക്കെയാണെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇലക്ട്രോണിക്കലായിട്ടുള്ള സർവീസസ് എന്തൊക്കെയാണോ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പബ്ലിക് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് ഓഫർ ചെയ്യുന്ന വെബ് പോർട്ടലാണ് ഗവൺമെൻറ് പോർട്ടൽ. ഓക്കെ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ India.gov.in.my ഗവൺമെൻറ് പോർട്ടൽ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഗവൺമെൻറ് പോർട്ടലിന് എക്സാമ്പിളാണ്.